കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം നക്ഷത്രം ചൊല്ലി മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ മാനത്തെ നക്ഷത്രം ചൊല്ലി മാലോകർക്കിന്നു പിറന്നു മാനവരക്ഷകനീശോ മാലോകർക്കിന്നു പിറന്നു മാനവരക്ഷകനീശോ Gloria, gloria, gloria.
ക്രിസ്മസ് രാവിൻ ദിവ്യോർമ്മ ക്രിസ്ത്യാനി ഘോഷിച്ചിടുമ്പോൾ ക്രിസ്മസ് രാവിൻ ദിവ്യോർമ്മ ക്രിസ്ത്യാനി ഘോഷിച്ചിടുമ്പോൾ ക്രിസ്തുവിൻ ലാളിത്യമോടെ ജീവിതം സേവനമേകാം ജീവിതം സേവനമേകാം ഗ്ലോറിയ 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 മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ മാനത്തെ നക്ഷത്രം ചൊല്ലി മാലോകർക്കിന്നു പിറന്നു മാനവരക്ഷകനീശോ മാലോകർക്കിന്നു പിറന്നു മാനവരക്ഷകനീശോ ക്രിസ്മസ് അണഞ്ഞു രാവിൽ തെളിഞ്ഞു പ്രഭാതം ക്രിസ്മസ് അണഞ്ഞു രാവിൽ തെളിഞ്ഞു പ്രഭാതം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് ദൈവം കണ്ണുകൾ ഉയർത്തി ഭൂമിയിലേക്ക് നോക്കുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരെ ദൈവം അന്വേഷിക്കുന്നു. പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുക. കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും പ്രതീക്ഷിക്കാതെ, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ് ആത്മാവിലുള്ള ആരാധനയെന്ന് വചനം പറയുക. ഇങ്ങനെ ഒരു മനുഷ്യൻ തിരിച്ചൊന്നും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ ചോദിക്കാതെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക 128-ാം സങ്കീർത്തനത്തിലാണ്. ആത്മാവിൽ ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം കരുണയോടെ വർഷിക്കുന്ന 6 അനുഗ്രഹങ്ങളെക്കുറിച്ച് സങ്കീർത്തനം 128-ാം അധ്യായത്തിൽ പറയുക. അവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ അനുഗ്രഹം, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടും. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് നീ ഭൂമിയിൽ ഭാഗ്യം ചെയ്തവൻ എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കി വിളിക്കുന്നത് പോലെയല്ല. നമ്മുടെ പരിചയമുള്ള ഒരു വ്യക്തി ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയും ഭാഗ്യം ചെയ്ത മനുഷ്യൻ. എന്നാൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ആ പേര് മാറ്റി വിളിക്കേണ്ടി വരും. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ഒരു മനുഷ്യനെ വിളിക്കുകയാണ്, നീ മരണം വരെ നിന്റെ ഹൃദയത്തിലെ അവസാന ഇടുപ്പ് നിൽക്കുവോളം നീ ഭാഗ്യം ചെയ്തവനെന്ന് ലോകത്തിൽ വിളിക്കുവാൻ തക്കവിധം ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ആത്മാവിൽ ദൈവത്തെ ഒരു മനുഷ്യൻ ആരാധിക്കുമ്പോൾ അവൻ്റെ നെറ്റിയിൽ ദൈവമിടുന്ന അംഗീകാര മുദ്രയാണ് നീ ഭാഗ്യം ചെയ്തവൻ. എവിടെയൊക്കെ തല ഉനിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ തകർക്കപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ, അവിടെയെല്ലാം ഭാഗ്യം ചെയ്തവനെന്ന് ലോകം വിളിക്കുവാൻ തക്കവിധം ദൈവം നമ്മെ ഉയർത്തും. 1-ാമത്തെ അനുഗ്രഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക. 2-ാമത്തെ അനുഗ്രഹം കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ദൈവം നിനക്ക് കൃപ തരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ദൈവം നിനക്ക് കൃപ തരും. സ്നേഹമുള്ളവരെ, ഇന്ന് അനേകം മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാത്ത അനേകരെ കാണാനായിട്ടിടയായിട്ടുണ്ട്.
കൃഷിയിടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും ആ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാത്ത അനേകം വ്യക്തികളെ കാണാനിടയായിട്ടുണ്ട്. ഒരു മാസത്തിൻ്റെ 30 ദിവസവും ജോലി ചെയ്തിട്ടും ആ ജോലിയുടെ അവസാനം ശമ്പളം കയ്യിൽ വരുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റാത്ത ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വചനം പറയുന്നു, നീ അധ്വാനിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ തക്കവിധം ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. എപ്പോഴാ സ്നേഹമുള്ളവരെ? തിരിച്ചൊന്നും കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഉയർത്തി ആത്മാവിൽ ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ ചോദിക്കാതെ തന്നെ അവൻ്റെ അധ്വാനങ്ങളിലേക്ക് അനുഗ്രഹമായി സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരും. സ്നേഹമുള്ളവരെ, അത് സാമ്പത്തിക മേഖല മാത്രമല്ല, ആത്മീയ മേഖലകളും. സ്നേഹമുള്ളവരെ, ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന 10-20 വർഷ കാലഘട്ടത്തിൽ ആ പഠന കാലയളവിൽ ഒരു വിദ്യാർത്ഥി ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ ആ 20 വർഷത്തെ പഠനമെന്ന അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ തക്കവിധം ദൈവം ആ വ്യക്തിയെ ഉയർത്തും. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ രണ്ടാമത്തെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് വന്നു ചേരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുവാൻ തക്കവിധം ദൈവം തന്നെ അനുഗ്രഹിക്കും. മൂന്നാമത്തെ അനുഗ്രഹം പറയുന്നു, നീ സന്തുഷ്ടനായിരിക്കും. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും പറയുന്നത് എല്ലാം മറക്കാനാണ്. മദ്യപിക്കുന്ന മനുഷ്യനും പറയും എല്ലാ വേദനകളും മറക്കാനാണ്. ശരീരത്തിൽ പാപം ചെയ്യുന്ന മനുഷ്യനും പറയും എല്ലാം മറക്കാനാണ് പാപം ചെയ്യുക. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എല്ലാം മറക്കാനും എല്ലാം പൊറുക്കാനും ഒക്കെയായി പാപത്തിലേക്ക് പോകുന്ന മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, ഒരു പാപത്തിലൂടെ ഒരിക്കലും നിന്റെ ഹൃദയത്തിൽ സമാധാനം നിലനിൽക്കില്ല. ഒരു പാപം ചെയ്ത് ആ പാപത്തിന്റെ ലഹരി അവസാനിക്കുന്നത് വരെ എല്ലാം മറക്കാം. എന്നാൽ ആ പാപത്തിന്റെ ലഹരി വിട്ടുകഴിയുമ്പോൾ വീണ്ടും ഹൃദയത്തെ അസ്വസ്ഥതകൾ പിടികൂടാൻ തുടങ്ങും. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് കർത്താവ് പറയും, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സന്തുഷ്ടനായി മാറുക, സമാധാനമുള്ള വ്യക്തിയായി മാറുക അവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുമ്പോഴാണ്. സ്നേഹമുള്ള ദൈവജനമേ, സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന കൃപയാണ് സമാധാനം. 10,000 ബെഡിൽ കിടന്നാലും 5,000 ബെഡ്ഷീറ്റ് പുതച്ചാലും ചില വ്യക്തികൾക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം സമാധാനമില്ല. അത് സമ്പത്തില്ലാഞ്ഞിട്ടോ ഭവനമില്ലാഞ്ഞിട്ടോ ജോലിയില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. സ്നേഹമുള്ളവരെ, സമാധാനം നഷ്ടപ്പെട്ടു പോയ ലോകത്തിലേക്ക് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, നീ സന്തുഷ്ടനായി നിന്റെ മുഖത്തെപ്പോഴും തിളങ്ങുന്ന ഒരു ചിരി കാണുവാൻ തക്കവിധം ദൈവം നിന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കും. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന കൃപയാണ് ഒരിക്കലും നഷ്ടമാകാത്ത സമാധാനം. നിന്റെ ഹൃദയത്തെ ഭരിക്കുവാൻ തക്കവിധം ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, നാലാമത്തെ അനുഗ്രഹം പറഞ്ഞു വെക്കുന്നത്, നിനക്ക് നന്മ വരും, നിനക്ക് നന്മയുണ്ടാകും. നീ ജീവിതത്തിൽ എന്തു ചെയ്താലും അത് നന്മയാക്കി മാറ്റാൻ തക്കവിധം ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തും. ചില വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഏതു മേഖലകളിൽ കടന്നു ചെന്നാലും പരാജയങ്ങളും തകർച്ചകളിലൂടെയും കടന്നു പോകുന്ന ചില വ്യക്തികൾ. അവർ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വചനം പറയും, നിനക്ക് നന്മയുണ്ടാകും. നീ എന്തു ചെയ്താലും നിന്റെ ജീവിതത്തിൽ നന്മയായി ദൈവം അത് മാറ്റും. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ പോലും ദൈവം നന്മയാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ജീവിതം അവസാനിച്ചിടത്തുനിന്ന് ദൈവം കൃപ കൊണ്ട് നമ്മളെ പണിതുയർത്തും. സ്നേഹമുള്ള ദൈവജനമേ, ദൈവത്തിന്റെ വാഗ്ദാനമാണിത്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിൽ നന്മ എന്നേക്കും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹമേ, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഞാൻ നിനക്ക് അനുഗ്രഹമാക്കി തരും. അബ്രാഹത്തോട് ദൈവം ഇത് പറയാൻ കാരണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ അബ്രാഹത്തോടും ദാവീദിനോടുമാണ് ദൈവം പറയുക, എൻ്റെ മനസ്സിനിണങ്ങിയവനാണ് നീ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് അബ്രാഹത്തോട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം പോലും നിനക്ക് നന്മയാക്കി ഞാൻ മാറ്റും, നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നന്മയായി മാറുവാൻ തക്കവിധം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറണം. അഞ്ചാമത്തെ അനുഗ്രഹം വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്നേഹമുള്ളവരെ, നിന്റെ ഭവനത്തിൽ നിന്റെ ഭാര്യ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ അനുഗ്രഹിക്കപ്പെടും. അത് വിവാഹം കഴിഞ്ഞവർക്കും കഴിക്കാനിരിക്കുന്നവർക്കും കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഒരു ഭർത്താവ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി മാറിയ, ദൈവം അവന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഇണയെ
കുടുംബത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ദൈവം അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഭർത്താവ് മാനസാന്തരപ്പെടാനും ഭാര്യ മാനസാന്തരപ്പെടാനും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മളോട് പറയുകയാണ്, മാനസാന്തരപ്പെടാൻ മറ്റു വ്യക്തികൾക്ക് വേണ്ടി, ഇണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. എനിക്ക് പരിചയമുള്ള ഒരു ദമ്പതിമാരുണ്ട്. ഇത് രണ്ടുപേരും സുവിശേഷ പ്രഘോഷകരാണ്. സ്നേഹമുള്ളവരെ, ആ മനുഷ്യൻ അൾത്താരയിൽ കയറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കാറുണ്ട്. ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു അദ്ദേഹം. തികഞ്ഞ മദ്യപാനിയായ അദ്ദേഹം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരും. കതക് തുറന്നു കഴിയുമ്പോൾ തന്നെ ഭാര്യയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. കയ്യെത്തുന്ന ദൂരത്താണെങ്കിൽ അദ്ദേഹം അടിക്കും. ഈ ഭാര്യ ഒന്നും മിണ്ടാതെ തൻ്റെ ഭർത്താവിനെ വിളിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തും. ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വായിൽ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും തൻ്റെ ഭാര്യയെ. ഈ ഭാര്യ ഒന്നും മിണ്ടാതെ അത് കേൾക്കും. തൻ്റെ ഭർത്താവിനെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കടത്തും. ഉറങ്ങുന്ന സമയം വരെ തൻ്റെ കാൽക്കലിരിക്കുന്ന ഭാര്യയെ ചീത്ത പറഞ്ഞും ശപിച്ചും ഈ മനുഷ്യൻ കിടന്നുറങ്ങും. തൻ്റെ ഭർത്താവ് കിടന്നുറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ ഭാര്യ എഴുന്നേറ്റ് ആരും കാണാതെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് രാത്രിയിൽ പ്രാർത്ഥിക്കും. സ്നേഹമുള്ളവരെ, നീണ്ട 17 വർഷക്കാലം ജീവിതത്തിൻ്റെ വേദനകൾ ഹൃദയത്തിൽ സ്വന്തമാക്കി രാത്രികാലങ്ങളിൽ തിരുഹൃദയ രൂപത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു ഭാര്യ. സ്നേഹമുള്ളവരെ, ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടായി കൊടുക്കുവാൻ വീട്ടിൽ അരിയില്ലാഞ്ഞിട്ട് വെള്ളം ചൂടാക്കി കിടത്തി ഉറക്കിയിട്ടുണ്ട്. പക്ഷെ ആരോടും തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ ഒരു ധ്യാനം കൂടാൻ ഇടയായി. ശക്തമായ മാനസാന്തരം ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. സ്നേഹമുള്ളവരെ, ആ മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയൊക്കെ കടന്നു വന്നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവിധം ദൈവം ആ മനുഷ്യനെ ഉയർത്തി. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ബലിപീഠത്തിൽ ആ മനുഷ്യൻ കയറി നിൽക്കുമ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് ദൈവം എനിക്ക് നൽകിയ എൻ്റെ ഭാര്യ. സ്നേഹമുള്ളവർ, ഇത് കർത്താവിൻ്റെ വചനമാണ്. ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവനോട് ദൈവം ചേർത്ത് വെച്ചിട്ടുള്ള ജീവിത പങ്കാളിയെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ദൈവം അനുഗ്രഹിക്കും. സ്നേഹമുള്ളവർ, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. സ്നേഹമുള്ള ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യയെയും ഭർത്താവിനെയും കുറവുകൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയെടുത്ത് ഉപദേശിച്ച് നന്നാക്കുന്നതിനപ്പുറം ഞാനെന്ന വ്യക്തി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ ദൈവം എനിക്ക് തന്ന ഇണയെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ദൈവം അനുഗ്രഹിക്കും. 5ാമത്തെ അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുക. സ്നേഹമുള്ളവരെ, 6ാമത്തെ അനുഗ്രഹം: നിന്റെ മക്കൾ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാതാവിനും പിതാവിനും സ്വർഗം കൊടുക്കുന്ന സമ്മാനമാണ്. നിനക്ക് ദൈവം നൽകിയ മക്കളെ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും ഫലം കായ്ക്കുന്ന ഒലിവ് തൈകൾ പോലെ ദൈവം അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഏത് വിശുദ്ധന്റെ ജീവിതം എടുത്താലും ആ വിശുദ്ധന്റെ ജീവിതത്തിന്റെ പിന്നിൽ ഒരപ്പനുണ്ട്, അല്ലെങ്കിൽ ഒരു അമ്മയുണ്ട്. ഏത് വിശുദ്ധന്റെ ജീവിതം എടുത്താലും. സ്നേഹമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റിൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് അഗസ്റ്റിനു വേണ്ടി ബലിപീഠത്തിന് മുമ്പിലിരുന്ന് വർഷങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഒരമ്മയുടെ ആരാധനയുടെ ഫലമാണ് അഗസ്റ്റിൻ എന്ന വിശുദ്ധൻ. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമ്മൾ പറയുക, തൻ്റെ പിതാവ് അവനെ ബിസിനസ്സുകാരനാക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആരും കാണാതെ തൻ്റെ മകൻ ഒരു ദൈവ ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിന്റെ പിന്നിൽ. വിശുദ്ധ മരിയ ഗുരുത്തിയെ കുറിച്ച് പറയുന്ന അങ്ങനെയല്ലേ? മരിയ ഗുരുത്തിയുടെ അമ്മ ഇടയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവളോട് പറയും, മോളെ, നീ ഇപ്പോൾ ഇവിടെ വീണ് മരിച്ചു പോയാലും ഞാൻ കരയില്ല. പക്ഷെ നീ ഒരു കുഞ്ഞു പാപം ചെയ്തെന്ന് കേട്ടാൽ അതെനിക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. കുഞ്ഞുനാളിലെ തന്നെ തേകത്തോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മയുടെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു. 10ാമത്തെ വയസ്സിൽ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച് ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന കൊടുത്ത വൈദികൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, മരിക്കേണ്ടി വന്നാലും നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പോൾ ആ 10 വയസ്സുകാരി പെങ്കൊച്ച് തൻ്റെ കുഞ്ഞു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ മരിച്ചോളാം, എങ്കിലും ഞാനത് ചെയ്യില്ല, പാപം ചെയ്യില്ല. സ്നേഹമുള്ളവരെ, ഒരു 10 വയസ്സുള്ള പെൺകുഞ്ഞിന് ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അവളുടെ അമ്മയുടെ സ്വരം
സ്വരം അത്രമാത്രം അവളുടെ ഹൃദയത്തെ കീഴടക്കിയിട്ടുണ്ട്. 12-ാമത്തെ വയസ്സിൽ അവളുടെ പിഞ്ചു ശരീരത്തിൽ 14 കുത്തുകൾ ഏറ്റെടുക്കുമ്പോൾ അലസാഡ് എന്ന ചെറുപ്പക്കാരൻ അവളുടെ ശരീരത്തിലേക്ക് കടാര ആഴ്ന്നിറങ്ങുമ്പോൾ, ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുമ്പോൾ, പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന വേദന ഉണ്ടാകുന്ന സമയത്ത് അവൾ ഒരിക്കലും അലസാഡ് എന്ന ചെറുപ്പക്കാരനെ തട്ടിമാറ്റാനായിട്ട് പരിശ്രമിച്ചില്ല. സ്നേഹമുള്ളവരെ, അപ്പോഴും അവൾ ഒരു ചിന്ത കൊണ്ട് പോലും പാപം ചെയ്യാതിരിക്കാൻ അവൾ പരിശ്രമിച്ചു. തൻ്റെ ശരീരത്തിൽ കടാര കുത്തിയിറക്കുമ്പോഴും മരണത്തെ സ്നേഹിച്ച് പാപത്തോട് വിട പറഞ്ഞ 12 വയസ്സായ പെൺകുച്ച്. സ്നേഹമുള്ളവരെ, തൻ്റെ ശരീരത്തിൽ മുറിവുകളേൽക്കുമ്പോഴും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം തൻ്റെ അമ്മയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവളുടെ ഹൃദയത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പാപം ചെയ്തതിനേക്കാൾ അപ്പുറം മരണത്തെ ഹൃദയത്തോട് സ്വീകരിക്കുക. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, വിശുദ്ധ മരിയപുരത്തിയെ പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു. 9 മാസം അവളെ ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച് പാലുകൊടുത്ത് കൈപിടിച്ച് നടത്തി എളിയിൽ എടുത്തുകൊണ്ട് നടന്ന സ്വന്തം അമ്മ ജീവനോടെ ഇരിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ മരിയപുരത്തിയെ പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധയായിട്ട് ഉയർത്തുക. വിശുദ്ധ മരിയപുരത്തിയുടെ അമ്മ അസൂന്ത, ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എത്ര ഭാഗ്യമാണ് ലഭിക്കുക? സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാതാവിനും പിതാവിനും ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് നിന്റെ മക്കൾ ഭവനത്തിൽ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ സ്നേഹമുള്ളവരെ ഒരു ദമ്പതിമാരെ നമുക്ക് കാണാം. സക്കറിയ എലിസബത്ത് ദമ്പതിമാര്. ആ കാലഘട്ടത്തിൽ മക്കളില്ലാത്തവർ ശപിക്കപ്പെട്ടവരായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ അവഹേളനങ്ങൾക്കും ശാപവാക്കുകൾക്കും ഇടയിൽ ബലിപീഠത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വൃദ്ധ ദമ്പതിമാര്. സ്നേഹമുള്ളവരെ, അവരുടെ ആരാധനയ്ക്ക്, ബലിപീഠത്തിന് മുമ്പിൽ അവർ സമർപ്പിച്ച ആരാധനയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് വാർദ്ധക്യത്തിലെത്തിയ എലിസബത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു ജീവന്റെ തുടിപ്പ്. സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. വാർദ്ധക്യത്തിലെത്തിയ സക്കറിയ എലിസബത്ത് ദമ്പതിമാരുടെ ആരാധനയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് വാർദ്ധക്യത്തിലെത്തിയ എലിസബത്തിന്റെ ഉദരത്തിൽ വിശുദ്ധനായ യോഹന്നാനെ. സ്നേഹമുള്ള ദൈവജനമേ, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് ദൈവത്തിന്റെ സമ്മാനമാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കർത്താവിത ആശ്വാസത്തിന്റെ വചനം നൽകുകയാണ്. ദൈവത്തെ ഒരു മാതാവും പിതാവും ആരാധിക്കുമ്പോൾ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ദൈവം മാറ്റും. സ്നേഹമുള്ളവരെ, ഈ 6 അനുഗ്രഹങ്ങൾ കർത്താവ് ഒരു മനുഷ്യന് നൽകുന്നത് അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള പ്രതിഫലം കൂടാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായി മാറണം. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ വ്യക്തിക്ക് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം തരുമെന്നുള്ള ഒരു ലാഭ കണ്ണോടെയുള്ള ആരാധന, അത് ആത്മാവിലുള്ള ആരാധനയല്ല. സ്നേഹമുള്ളവരെ, അത് വ്യാപാര മേഖലയിൽ ബിസിനസ് നടത്തുന്ന ആരാധന. നമ്മൾ അധ്വാനിക്കുന്ന സാധനങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ വില പേശണം, കാരണം അവിടെ ലാഭത്തിന്റെ കച്ചവടം. പക്ഷേ ആരാധനയിൽ ലാഭം പ്രതീക്ഷിക്കരുത്. സ്നേഹമുള്ളവരെ, ആത്മാവിലുള്ള ആരാധന ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തെ ആരാധിക്കുക. എനിക്ക് തലവേദനയുണ്ടെങ്കിൽ തലവേദനയുള്ള മറ്റു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തലവേദന മാറുമല്ലോ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നതല്ല സ്നേഹമുള്ളവരെ ആത്മാവിലുള്ള ആരാധന. എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നിഷ്കളങ്കമായി ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാ ഈശോ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്, സ്നേഹമുള്ളവരെ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരെ ദൈവം സ്വർഗത്തിൽ നിന്ന് അന്വേഷിക്കുന്നു. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ, ആരാധിക്കുന്ന നമ്മൾ പ്രതിഫലം ഒന്നും കൂടാതെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റെല്ലാം മാറ്റിവെച്ച് ലോകത്തെക്കാൾ അധികമായി, ശരീരത്തെക്കാൾ അധികമായി, ബന്ധങ്ങളെക്കാൾ അധികമായി, ലോകത്തിൻ്റെ ആഡംബരങ്ങളെക്കാൾ അധികമായി സ്നേഹമുള്ളവരെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായി മാറുക. ഈശോ പറഞ്ഞു വെച്ചു, ആ സമയം ഇതാ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ
ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഉയർത്തി ആരാധിച്ചു തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന മേഖലകളിലേക്ക് അനുഗ്രഹത്തിൻ്റെ കരവുമായി ദൈവം ഇറങ്ങി വരും. സ്നേഹമുള്ള ദൈവജനമേ, നമുക്ക് സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് കർത്താവ് കണ്ണുകൾ ഉയർത്തി നമ്മളെ നോക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവം കാണാൻ ഇടയാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഓരോ നിമിഷവും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി ഞാൻ കടന്നു വരുമ്പോൾ കർത്താവെ, ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹത്തിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയെപ്പോലെ താഴ്മയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധരെ, മാലാഹമാരെ, സഹനങ്ങളിലും വേദനകളിലും ദൈവത്തെ ആരാധിച്ച വിശുദ്ധരെ, നിങ്ങളെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിലും സഹനങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ